ശാന്തി. നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളെ നേടാൻ വേണ്ടി, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, നമുക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടതായിരിക്കുന്ന ഒരു ശക്തി, ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പലരും പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കുന്ന ടെക്നിക്ക് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ വിശദമായിട്ട് എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു വീഡിയോയിലൂടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞു തരികയാണ്. ഒരു കാര്യം ഇന്നത്തെ ആധുനിക ലോകത്ത് പല വീഡിയോയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടെ പറയട്ടെ. ഇന്നത്തെ ലോകത്ത് അവസാന സമയത്ത് വീഡിയോ കണ്ടുറങ്ങുക, പാട്ട് കേട്ടുറങ്ങുക, ലാസ്റ്റ് മൊമെൻ്റ് വരെ ഏതെങ്കിലും ഒരു ടെക്നോളജിയുമായിട്ടുള്ള റിലേഷനിൽ, ഒന്നുകിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഒക്കെ ആയിട്ട് കണ്ടും കേട്ടും ഉറങ്ങുന്ന അവസ്ഥയാണ് ഇന്നത്തെ ലോകത്ത് അധികം ആളുകൾക്ക് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതും. ആ സമയത്ത് ഉറങ്ങും മുന്നിലുള്ളതായിരിക്കുന്ന അവസാന സങ്കല്പം അത് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അത് പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ വൈബ്രേഷൻസ് പുറപ്പെടുവിക്കുകയും അതിനനുസരിച്ചതായിരിക്കുന്ന ഊർജ്ജത്തെ നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ 5 മിനിറ്റ് മുന്നേ എന്താണോ നിങ്ങളുടെ ലൈഫിൽ വേണ്ടതായിരിക്കുന്ന ഡ്രീം, അതിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് മാത്രം ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, 5 മിനിറ്റ് സമയം ബെസ്റ്റ് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, കുറച്ച് വിജയികളുടെ ശീലങ്ങൾ നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. ആ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ബെഡിലിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ പെൻ നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക. കുറച്ച് ചുരുക്കി ഞാൻ പറയുകയാണ്, ഫ്രഷ് ആവുക, ഡ്രസ്സ് മാറ്റുക, ഈശ്വരന് കത്തെഴുതുക, നാളത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കി, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നിങ്ങൾ ബെഡിലിരുന്ന് മെഡിറ്റേഷൻ്റെ എൻഡിൽ ആ പേപ്പറും പെന്നും എടുത്തുകൊണ്ട് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഡ്രീം ആയിരിക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ അതിൽ നമ്മൾ എഴുതിയേക്കണം. അത് എഴുതുക എന്ന് വെച്ചാൽ അർത്ഥം ഈക്വൽ ടു നമ്മുടെ ബ്രെയിനിന് ആ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നടക്കാതിരിക്കില്ല നിരന്തരമായിട്ട് എഴുതുന്നെങ്കിൽ. എന്ന് വെച്ചാൽ അർത്ഥം 5 ദിവസം മതിയോ എഴുതിയാൽ മതിയോ, ശരിയാവോ 10 ദിവസം മതിയോ എന്നോട് ചോദിക്കരുത്. കാരണം ഇത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശക്തിക്കനുസരിച്ച് അവരുടെ ഉപബോധ മനസ്സിനുള്ളിൽ എത്ര കുറവ് ഫയലുകളുണ്ടോ അതിൻ്റെ ആധാരത്തിൽ അവർക്ക് വളരെ വേഗത്തിൽ ആ കാര്യം നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം, അതിനെ ഒരു പേപ്പറിനുള്ളിൽ എഴുതുക. ആ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിന് വേണ്ടതായിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും ആ പോയിൻ്റ് കൂടെ അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് അത് വെച്ച ശേഷം ജസ്റ്റ് ആ തോട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉറങ്ങിക്കോളൂ. പ്രഭാതത്തിൽ ഉണരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ആ ഡ്രീംസിലായിരിക്കും നിങ്ങൾ ഉണരുന്നത് തന്നെ. പലപ്പോഴും അങ്ങനെ കാണുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ ഉറക്കത്തിൽ വരാറുണ്ട്. വളരെ നല്ലതാണ്, കാരണം അങ്ങനെ വരുന്നുവെങ്കിൽ കുറേയും കൂടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ക്ലിയർ പിക്ചേഴ്സ് കാണാൻ തുടങ്ങിയെന്നർത്ഥം. അങ്ങനെ വളരെ വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഉറങ്ങും മുന്നുള്ള ഈ 5 മിനിറ്റിൻ്റെ ടെക്നിക്ക് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഈസിയാണ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.